വെൽക്കം ടു ദിശ അക്കാഡമി. ഞാൻ ഐശ്വര്യ. സോ നമ്മുടെ SSC MTS എക്സാമിന് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ആൻസേഴ്സ് കമന്റ് ചെയ്യുക. അത് കൂടാതെ ഓരോ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്ടേഴ്സും കൂടി ഈ സെഷനിൽ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. അധികം സമയം കളയാതെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് എ മോഡറേറ്റർ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ? ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് താഴെ തന്നിട്ടുള്ളതിൽ എന്താണ്? ബോറോൺ ആണോ, കാഡ്മിയം ആണോ, ഹെവി വാട്ടർ ആണോ, സിങ്ക് ആണോ? ഹെവി വാട്ടർ എന്ന് പറയുന്നത് D2O ആണ് കേട്ടോ. D2O. ഡി എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയം ആണ്. ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ ഒരു ഐസോടോപ്പ് ആണ്. മെയിൻലി ഹൈഡ്രജന് 3 ഐസോടോപ്പുകളാണുള്ളത്. ഒന്നാമത്തേത് 1H1 ആണ്. അതിനെ നമ്മൾ പ്രോട്ടിയം എന്ന് വിളിക്കും. രണ്ടാമത്തേത് 2H1 ആണ്. അതായത് മാസ് നമ്പർ 2ഉം അറ്റോമിക് നമ്പർ 1ഉം. ഓക്കെ, ഇവിടെ മുകളിൽ മാസ് നമ്പർ ആണ്, താഴെ അറ്റോമിക് നമ്പർ ആണ്. ഇതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അതായത് ഒരു ആറ്റത്തിനെ നമ്മൾ AXZ എന്ന് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ A എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നു, Z എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നു? A എന്ന് പറയുന്നത് എപ്പോഴും മുകളിൽ എഴുതിയിരിക്കുന്നത് എപ്പോഴും മാസ് നമ്പറിനെയാണ് കാണിക്കുന്നത്. താഴെ എഴുതിയിരിക്കുന്നത് എപ്പോഴും അറ്റോമിക് നമ്പറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അറ്റോമിക് നമ്പറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇവിടെ പറഞ്ഞു, റെപ്രസെന്റേഷൻ പറഞ്ഞു. അപ്പൊ ഹൈഡ്രജന്റെ ഐസോടോപ്പുകളിൽ ഒന്നാമത്തേത് 1H1 എന്ന് പറയുന്നതാണ് പ്രോട്ടിയം. 2H1 ആണ് നമ്മൾ ഈ പറഞ്ഞ ഡ്യൂട്ടീരിയം. മൂന്നാമതൊരാളുണ്ട് 3H1. ഇതിനെ നമ്മൾ വിളിക്കും ട്രിഷ്യം. ഓക്കെ, ഇതിനകത്ത് ഡ്യൂട്ടീരിയത്തിനെയാണ് നമ്മൾ ഹെവി ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത്. ഹെവി ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത് ഡ്യൂട്ടീരിയത്തിനെയാണ് കേട്ടോ. ഹെവി ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഡ്യൂട്ടീരിയത്തിനെയാണ്. ട്രിഷ്യത്തിന്റെ പ്രത്യേകത ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ്. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പ് ആണ് ട്രിഷ്യം എന്ന് പറയുന്നത്. ഇതൊന്നും കൂടാതെ നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഐസോടോപ്പുകൾ എന്നുള്ളതാണ്. ഐസോടോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഐസോടോപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും. സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, പക്ഷേ ഡിഫറെന്റ് മാസ് നമ്പർ ആയിരിക്കും. ഡിഫറെന്റ് മാസ് നമ്പർ ആയിരിക്കും. അപ്പൊ സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐസോടോപ്പുകൾ എന്ന് വിളിക്കുക. ഹൈഡ്രജന്റെ 3 ഐസോടോപ്പുകൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. 1H1 പ്രോട്ടിയം, 2H1 ആണ് ഡ്യൂട്ടീരിയം. അതിനെ നമ്മൾ ഹെവി ഹൈഡ്രജൻ എന്ന് വിളിക്കും. 3H1 ആണ് ട്രിഷ്യം. ഇതാണ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ്. ഈ പ്രോട്ടിയം ആണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. ഏറ്റവും കൂടുതൽ അളവ് ഏറ്റവും കൂടുതലുള്ളത് അല്ലെങ്കിൽ മോസ്റ്റ് അബണ്ടന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1H1 ആണ്. മോസ്റ്റ് അബണ്ടന്റ് 1H1 ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് എ മോഡറേറ്റർ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ആൻസർ വരുന്നത് നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഹെവി വാട്ടർ ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ഹെവി വാട്ടർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു ഹെവി വാട്ടർ ആണ് നമ്മൾ മോഡറേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ മോഡറേറ്ററുകൾ എന്തിനാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ന്യൂക്ലിയസുകളെ അല്ലെങ്കിൽ ആറ്റത്തിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ന്യൂട്രോൺസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഈ ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യാൻ, ഈ ന്യൂട്രോൺസിന്റെ സ്പീഡ് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡറേറ്ററിനെ ഉപയോഗിക്കുന്നത്. അങ്ങനെ സ്ലോ ഡൗൺ ചെയ്തില്ലെങ്കിൽ ചെയിൻ റിയാക്ഷൻ ആണ്. പെട്ടെന്ന് റിയാക്ഷൻ ഭയങ്കര സ്പീഡിൽ നടന്നിട്ട് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ന്യൂട്രോൺസിന്റെ സ്പീഡ് സ്ലോ ഡൗൺ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ മോഡറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് ന്യൂക്ലിയർ റിയാക്ടറിൽ ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏത് മെറ്റീരിയൽ ആണെന്നുള്ളത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ യുറേനിയം 235 നമ്മൾ ഉപയോഗിക്കാറുണ്ട്. യുറേനിയം 235 ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഒരു ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതല്ലെങ്കിൽ പ്ലൂട്ടോണിയം 239. പ്ലൂട്ടോണിയം 239 മറ്റൊരു ഫ്യൂവലാണ്. അപ്പൊ യുറേനിയം 235 അല്ലെങ്കിൽ പ്ലൂട്ടോണിയം 239 എന്ന് പറയുന്നത് പല ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന 2 ഫ്യൂവൽസ് ആണ്. അപ്പോൾ ഫ്യൂവലുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. അടുത്തത്
മോഡറേറ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങളാണ്. ഒന്നുകിൽ നമ്മൾ ഹെവി വാട്ടർ അല്ലെങ്കിൽ D2O ഉപയോഗിക്കും, അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഗ്രാഫൈറ്റ് റോഡ്. അപ്പം ഹെവി വാട്ടറോ ഗ്രാഫൈറ്റ് റോഡോ ആണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുക. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മോഡറേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യുക, ന്യൂട്രോൺസിന്റെ സ്പീഡ് കുറയ്ക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇതിന്റെ ഫംഗ്ഷൻ, നമ്മുടെ മോഡറേറ്റേഴ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത് കൺട്രോൾ റോഡുകളുണ്ട്. ഈ കൺട്രോൾ റോഡുകൾ നമ്മൾ നോർമലി ഉണ്ടാക്കുന്നത് കാഡ്മിയമോ ബോറോണോ കൊണ്ടാണ്. കൺട്രോൾ റോഡായിട്ട് ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ കാഡ്മിയം ഉപയോഗിക്കാം അല്ലെങ്കിൽ ബോറോൺ ഉപയോഗിക്കാം. കാഡ്മിയമോ ബോറോണോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ റോഡുകളായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന പോലെ തന്നെ എക്സസ് ആയിട്ട് വരുന്ന ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യും. ഓക്കെ, മോഡറേറ്റേഴ്സ് ന്യൂട്രോൺസിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യും. കൺട്രോൾ റോഡുകൾ സപ്പോസ് ഈ റിയാക്ഷൻ കുറച്ച് അൺകൺട്രോൾഡ് ആയിട്ട് നടക്കുകയാണ്, കൂടുതൽ ന്യൂട്രോൺസ് ഉണ്ടാകുന്നുണ്ട് അവിടെയെങ്കിൽ ഈ ന്യൂട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുക, അബ്സോർബ് ചെയ്യാണ് ചെയ്യുക. കാഡ്മിയവും ബോറോണുമാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്, ഇവിടെ കൺട്രോൾ റോഡുകളായിട്ട് നോർമലി ഉപയോഗിക്കുന്നത്. അടുത്ത എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടറിന്റെ പേര് അപ്സര എന്നാണ് കേട്ടോ. ഇന്ത്യയുടെ ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടറിന്റെ പേര് അപ്സര എന്നാണ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ കേട്ടോ, മുംബൈയിലുള്ള ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. മറ്റൊരു പേരാണ് ബാർക്ക്, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ അല്ലെങ്കിൽ ബാർക്കിലാണ് ആദ്യമായിട്ട് ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഇന്ത്യ സ്ഥാപിക്കുന്നത്. അതിന്റെ പേര് അപ്സര എന്നാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ പറഞ്ഞു മോഡറേറ്റേഴ്സ് നമ്മൾ ന്യൂട്രോൺസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. എക്സാമ്പിൾ വരുന്നത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെവി വാട്ടർ ഉപയോഗിക്കാറുണ്ട്, ഗ്രാഫൈറ്റ് ഉപയോഗിക്കാറുണ്ട്, ഇല്ലെങ്കിൽ കൺട്രോൾ റോഡുകൾ ഉണ്ട്, അത് ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യാനാണ്. കാഡ്മിയമോ ബോറോണോ ഉപയോഗിക്കാറുണ്ട്. ന്യൂക്ലിയർ ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒന്നുകിൽ യുറേനിയം 235 ആണ്, അല്ലെങ്കിൽ പ്ലൂട്ടോണിയം 239 ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. പിന്നെ ഇന്ത്യയിലെ ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ അപ്സരയാണ്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിനകത്ത് മുംബൈയിലാണ്, ബാർക്കിലാണെന്ന് ഉള്ള കാര്യം കൂടെ ഓർക്കുക. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ അലോട്രോപ്പ് ഓഫ് കാർബൺ? കാർബണിന്റെ ആലോട്രോപ്പ് അല്ലാത്തത് ആരൊക്കെയാണ്? ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻസ് വന്നിട്ടുള്ളത് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ബേക്കലൈറ്റ്, ഫുള്ളറിൻ. ഓക്കെ, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ബേക്കലൈറ്റ്, ഫുള്ളറിൻ. ഇതിനകത്ത് ആരാണ് കാർബണിന്റെ ആലോട്രോപ്പ് അല്ലാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് ആലോട്രോപ്പ് എന്ന് പറയാമോ? എന്താണ് ആലോട്രോപ്പ്? അറിയാമോ എന്താണ് ആലോട്രോപ്പ്? ഒന്നോ അതിൽ കൂടുതലോ ഫോംസ്, ഒരു പെർട്ടിക്കുലർ കെമിക്കൽ എലമെന്റിന്റെ ഒന്നോ അതിൽ കൂടുതലോ ഉള്ള ഫോംസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആലോട്രോപ്പ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാർബൺ. ഓക്കെ, കാർബണിന്റെ 3 ആലോട്രോപ്പുകളാണ് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ. ഓക്കെ, ബേക്കലൈറ്റ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു പോളിമർ ആണ്. ബേക്കലൈറ്റ് ഒരു പോളിമർ ആണ്, അത് കാർബണിന്റെ ആലോട്രോപ്പ് അല്ല. ഇപ്പൊ അതായത് ഇപ്പൊ ഡയമണ്ട് ഇങ്ങനെ 3 ഡയമെൻഷനലി അറേഞ്ച് ചെയ്ത് sp3 ഹൈബ്രിഡൈസേഷനിൽ 3 ഡയമെൻഷനിൽ അറേഞ്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് ഡയമണ്ട് ആവും. ഓക്കെ, ഇതേ പ്യോർ ആയിട്ടുള്ള കാർബൺ തന്നെ sp2 ഹൈബ്രിഡൈസേഷനിൽ കുറച്ച് പ്ലാനാർ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെ നമ്മൾ ഗ്രാഫൈറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ബോൾസ് പോലെ അറേഞ്ച് ചെയ്യുന്നതിനെ നമ്മൾ ഫുള്ളറിൻ എന്ന് പറയും. നിങ്ങൾ ഷേപ്പുകളെ പറ്റി, ഹൈബ്രിഡൈസേഷനെ പറ്റി അത്ര കൺസേൺഡ് ആയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഓർക്കുക, ഡയമണ്ടിന്റെ ഹൈബ്രിഡൈസേഷൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഡയമണ്ടിലുള്ള കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ sp3 ആണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഗ്രാഫൈറ്റിലുള്ള കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് sp2 ഹൈബ്രിഡൈസേഷൻ ആണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ മൂന്നും എന്താണ്? മൂന്നും കാർബണിന്റെ ആലോട്രോപ്പുകളാണെന്ന് ഓർക്കണം. അതിന്റെ കൂടെ ചോദിക്കാറുണ്ട് സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഓഫ് ആറ്റംസ്. ആറ്റത്തിന്റെ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടിയെ
വിളിക്കുന്ന പേരെന്താണ്? അതായത് ഒരു കാർബൺ ആറ്റത്തിന് മറ്റൊരു കാർബൺ ആറ്റവുമായിട്ട് ഇങ്ങനെ ലിങ്ക് ചെയ്ത് പോയി ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ചെയിനുകളും റിങ്ങുകളും ഒക്കെ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സെൽഫ് ലിങ്കിങ്, ഒരു കാർബണിന് മറ്റൊരു കാർബണോട് തന്നെ കൂടിച്ചേരാനുള്ള എബിലിറ്റിയെ, കാർബൺ മാത്രമല്ല കാറ്റനേഷൻ കാണിക്കുന്ന മറ്റു ചില എലമെന്റ്സും കൂടെ ഉണ്ട്, ഈ എബിലിറ്റിയെ വിളിക്കുന്ന പേര് എന്താണെന്ന് അറിയാമോ? ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ, കാറ്റനേഷൻ. കാറ്റനേഷൻ, സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഓഫ് ആറ്റത്തിനെ നമ്മൾ വിളിക്കും കാറ്റനേഷൻ. കാറ്റനേഷൻ കാണിക്കാറുണ്ട്, കാർബൺ കാണിക്കാറുണ്ട്, സൾഫർ കാണിക്കാറുണ്ട്, ഫോസ്ഫറസ് ചെറിയ രീതിയിൽ കാണിക്കാറുണ്ട്, ഫോസ്ഫറസ് കാണിക്കാറുണ്ട്. ഓക്കെ, ഫോസ്ഫറസ് P4 ആറ്റംസ് ഫോം ചെയ്യാറുണ്ട്, സൾഫർ S8 ആറ്റംസ് ഫോം ചെയ്യാറുണ്ട്. കാർബൺ ഒരുപാട് ടൈപ്പ് ഓഫ് ആറ്റംസ്, വളരെ വിവിധമായിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെ കാർബണിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ കാർബൺ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് അങ്ങനെ കാണിക്കാറുണ്ടെന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ പറഞ്ഞു ബേക്കലൈറ്റ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു സിന്തറ്റിക് പ്ലാസ്റ്റിക് ആണ്. ഡയമണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഓർക്കേണ്ട ഫസ്റ്റ് കാര്യം, ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡയമണ്ട് ആണ്. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല, പുവർ കണ്ടക്ടർ ആണ് കേട്ടോ, പുവർ കണ്ടക്ടർ ആണ്. അടുത്ത് ഗ്രാഫൈറ്റ് എന്ന് പറയുമ്പോൾ അറ്റ് ദ സെയിം ടൈം അതൊരു ഗുഡ് കണ്ടക്ടർ ആണ്. ഡയമണ്ട് പുവർ കണ്ടക്ടർ ആണ്, പക്ഷെ ഗ്രാഫൈറ്റ് ഗുഡ് കണ്ടക്ടർ ആണ്. നോർമലി മെറ്റൽസ് ആണ് കണ്ടക്ടേഴ്സ്. ഗ്രാഫൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് കാർബൺ ആണ്, അപ്പൊ അത് നോൺ മെറ്റൽ ആണ്. സോ ഗ്രാഫൈറ്റ് നോൺ മെറ്റൽ ആയിരുന്നിട്ടും അത് നല്ലൊരു കണ്ടക്ടർ ആണ്. സോഫ്റ്റ് ആണ്, ഡയമണ്ട് വളരെ ഹാർഡ് ആണ്, പക്ഷേ ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ്. നമ്മൾ ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഈ വെള്ളമല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത മെഷിന്റെ പാർട്ടുകൾ, വെള്ളമല്ല, നമ്മൾ ഓയിൽ ഗ്രീസ് ഒക്കെ ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുമല്ലോ, അങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത മെഷിന്റെ ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഭയങ്കര ഹീറ്റ് ആവുന്ന മെഷിന്റെ ഭാഗങ്ങളിലൊക്കെ നമ്മളൊരു സോളിഡ് ആയിട്ടുള്ള ഒരു ലൂബ്രിക്കന്റിന്റെ ആവശ്യം വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സാധനമാണ് ഗ്രാഫൈറ്റ്. മനസ്സിലായോ? അപ്പൊ ഗ്രാഫൈറ്റ് ഒരു സോളിഡ് ലൂബ്രിക്കന്റ് ആണ്. ഗ്രാഫൈറ്റ് ഒരു സോളിഡ് ലൂബ്രിക്കന്റ് ആണ്. അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. സോളിഡ് ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രാഫൈറ്റ് ആണ്. പിന്നെ നമുക്കറിയാം പെൻസിൽ ലെഡ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തത് ഫുള്ളറിൻ ആണ്. ഓക്കെ, ഫുള്ളറിൻ എന്ന് പറയുമ്പോൾ C60 മോളിക്യൂൾസ്, പല ടൈപ്പ് ഉണ്ട്, പക്ഷെ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് C60 മോളിക്യൂൾസ് ആണ്. ഇങ്ങനെ ബോൾ പോലെ ഇരിക്കും. ഓക്കെ, ഇങ്ങനെ 5 മെമ്പേർഡ് ആൻഡ് 6 മെമ്പേർഡ് റിങ്ങുകളുള്ള ബോളുകളായിട്ട് ഇങ്ങനെ ബോളായിട്ട് ഇരിക്കും. ഓക്കെ, ഈ C60 നമ്മൾ വിളിക്കും ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ. ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ. C60 മോളിക്യൂളിനെ വിളിക്കുന്ന പേര് എന്താണെന്ന് ചോദിക്കും, ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ എന്ന് വിളിക്കും. അതിനകത്ത് കാർബണിന്റെ 6 മെമ്പേർഡ് റിങ്ങും അതുപോലെ തന്നെ 5 മെമ്പേർഡ് റിങ്ങും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതുപോലെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാർബണിന്റെ ഫോം ആണ് ഗ്രാഫീൻ എന്ന് പറയുന്നത്. ഗ്രാഫീൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എക്സലന്റ് കണ്ടക്ടർ ആയിട്ടുള്ള കാർബണിന്റെ സിംഗിൾ ലെയർ കൊണ്ട് ഫോം ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ഗ്രാഫീൻ. ഓക്കെ, വളരെ സ്ട്രോങ് ആണ്, എക്സലന്റ് കണ്ടക്ടർ ആയിട്ടുള്ള കാർബണിന്റെ സിംഗിൾ ലെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗ്രാഫീൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ഓർക്കണം, നമ്മുടെ കാർബണിന്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ടും ഓർക്കുക. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റും കൂടെ ഓർത്തോളൂ, റേഡിയോ കാർബൺ ഡേറ്റിംഗ്. റേഡിയോ കാർബൺ ഡേറ്റിംഗ് നമുക്കറിയാം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, പഴയ സാധനങ്ങളുടെ ഒക്കെ ഏജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. പഴയ ഫോസിൽസ് ഇതൊക്കെ എത്ര പഴക്കമുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഉപയോഗിക്കുന്നത്. അതിന് കാർബൺ 14 എന്ന് പറയുന്ന ഐസോട്ടോപ്പ്, കാർബൺ 14 എന്ന് പറയുന്ന ഐസോട്ടോപ്പാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗിന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, കാർബണിന്റെ മെയിൻ ആയിട്ട് 3 ആലോട്രോപ്പുകൾ ഉണ്ട്, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ. ഫുള്ളറിന്റെ ഒരു ഫോം ആണ് C60 എന്ന് പറയുന്നത്, അതിനെ നമ്മൾ ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ എന്ന് വിളിക്കും. പിന്നെ മറ്റു 2 ഫോമുകളാണ്, ഡയമണ്ട് ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ് ആണ്, പൂവർ കണ്ടക്ടർ ആണ്, sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അടുത്ത ഗ്രാഫൈറ്റ് പെൻസിൽ ലെഡ് ആയിട്ട് ഉപയോഗിക്കും,
നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കും? ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഇതിന് എന്തായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? നല്ലൊരു കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നോർമലി മെറ്റൽസ് ആണ് കണ്ടക്ടേഴ്സ്, പക്ഷെ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യുന്ന നോൺ മെറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രാഫൈറ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓർത്തു വെക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിന് മുന്നേ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയാം, നമ്മുടെ SSCയുടെ MTS എക്സാമിനെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സാണ് നമ്മുടെ SSC MTS കോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ കോഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 250 hours ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ കിട്ടും. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളുടെ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് ഈ ക്ലാസ് വഴി കിട്ടുന്നതായിരിക്കും കേട്ടോ. ബാക്കി നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ 300+ hours ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ റെക്കോർഡഡ് ആയിട്ട് കിട്ടും. ഇതൊന്നും കൂടാതെ മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്, ഇപ്പോൾ റെക്കോർഡ് സെഷൻസ് ഒക്കെ കാണുന്നവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് ഈ കോഴ്സ് വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന 2 നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഒന്നുകിൽ 8075753676 എന്ന നമ്പറിലേക്കോ, അതല്ലാന്നുണ്ടെങ്കിൽ 7012615062 എന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഇത് ദിശയുടെ പ്രീമിയം കോഴ്സുകളിൽ ഒരു കോഴ്സാണ്. സോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: Which law states that pressure of gas is inversely proportional to its volume at a constant temperature? ഒരു ഗ്യാസിന്റെ പ്രഷർ അതിന്റെ വോളിയത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്ന ലോ ഏതാണ്? ബോയിൽസ് ലോ ആണോ, ചോൾസ് ലോ ആണോ, അവോഗാഡ്രോ ലോ ആണോ, ഗ്രാംസ് ലോ ആണോ? ഈ തന്നിരിക്കുന്ന 4 ലോകളിൽ ഏത് ലോ ആണ് പറയുന്നത് pressure of a gas is inversely proportional to its volume at a constant temperature? At a constant temperature. ഇങ്ങനെ പറയുന്നത് ഏത് ലോ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? നമുക്കറിയാമല്ലോ എന്താണ്? ബോയിൽസ് ലോ ആണ്. ബോയിൽസ് ലോ ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി ലോകളും കൂടെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. എക്സാമിന് വളരെ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയകളിൽ ഒന്നാണ് ഗ്യാസ് ലോസ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ബോയിൽസ് ലോ നമ്മൾ പറഞ്ഞല്ലേ, പ്രഷർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ഓക്കെ, ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കോൺസ്റ്റന്റ് കൊടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ P പ്രൊപ്പോർഷണൽ ടു ഓർ P ഈക്വൽ ടു ആ കോൺസ്റ്റന്റ് K ഇൻറ്റു 1/V എന്ന് നമുക്ക് എഴുതാം. ഈ V ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആയി കഴിഞ്ഞാൽ നമുക്ക് PV ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ PV ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ബോയിൽസ് ലോയുടെ എക്സ്പ്രഷൻ ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും P1V1 ഈക്വൽ ടു P2V2, P1V1 ഈക്വൽ ടു P2V2. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ ബോയിൽസ് ലോയുടെ ഡിഫറെന്റ് ഫോംസ് ആണ്. ഒരു പ്രാവശ്യം കൂടെ ജസ്റ്റ് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് എഴുതുന്നതെന്ന്. അതായത് P പ്രൊപ്പോർഷണൽ ടു 1/V. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാൻ നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ P ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് K ഇൻറ്റു 1/V. ഈ V ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ PV ഈക്വൽ ടു എ കോൺസ്റ്റന്റ് K, എ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ PV എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? P1V1 ഈക്വൽ ടു P2V2 എന്നുള്ള ബോയിൽസ് ലോയുടെ ഫോമിലേക്ക് വരാം. ഇതെല്ലാം തന്നെ ബോയിൽസ് ലോയുടെ ഫോമുകൾക്ക് ഡിഫറെന്റ് ഫോംസ് ആണ്. ഇത് ഏത് തന്നാലും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഓക്കെ, അടുത്ത രണ്ടാമത്തത് ചാൾസ് ലോ ആണ്. ചാൾസ് ലോ ആണ്. ചാൾസ് ലോയിൽ പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അപ്പൊ ഇവിടെ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറണമെങ്കിൽ നമ്മൾ ഒരു K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ V ഈക്വൽ ടു K ഇൻറ്റു T. ഓക്കെ, അപ്പൊ ഈ T താഴേക്ക് വരില്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? V/T ഈക്വൽ ടു a constant. V/T ഈക്വൽ ടു a constant എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ചാൾസ് ലോയെ നമുക്ക് V1/T1 ഈക്വൽ ടു V2/T2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഈ ഫോർമുലയാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്തത് അവഗാഡ്രോ ലോ ആണ്. അവഗാഡ്രോ ലോ അവിടെ V/N ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ അവഗാഡ്രോ ലോയിൽ എന്താണ് പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ടെമ്പറേച്ചറും പ്രഷറും നമ്മളിവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുകയാണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ volume of a gas is directly proportional to the number of moles. Okay, volume directly proportional to number of moles. ഏത് കണ്ടീഷനില്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറില് വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. അപ്പൊ ഇവിടെയും പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറാൻ നമുക്ക് എന്ത് ചെയ്യാം? V equal to K into N അല്ലെങ്കിൽ V/N equal to K എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഒരു കോൺസ്റ്റന്റ് ആണെന്ന് റെപ്രസെന്റ് ചെയ്യാം. അല്ലെങ്കിൽ V1/N1 equal to V2/N2 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മോൾ കോൺസെപ്റ്റ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത്. അടുത്ത ഗ്രാംസ് ലോ ഓഫ് എഫ്യൂഷൻ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് മോളാർ മാസ്. അതായത് രണ്ട് ഗ്യാസുകൾ ഒരു പെട്ടിയിലുണ്ടെന്ന് വിചാരിച്ചോളൂ. ആ പെട്ടിയിൽ ഒരു കുഞ്ഞു ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ ഈ ഗ്യാസിന്റെ മിക്സറിൽ നിന്ന് ഓരോ ഗ്യാസും പുറത്തു പോകുന്ന റേറ്റ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ R1/R2, അതായത് R1 പുറത്തു പോകുന്ന റേറ്റ് ബൈ R2 പുറത്തു പോകുന്ന റേറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് M2/M1 ആയിരിക്കും. ഓക്കെ, അതായത് M2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഗ്യാസിന്റെ മോളാർ മാസ്, M1 എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഗ്യാസിന്റെ മോളാർ മാസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് വരിക. അപ്പൊ ഈ നാലെണ്ണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്യാസ് ലോസ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? സോ ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. Which metal is used for galvanizing iron? അയണിനെ ഗാൽവനൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാണ്? അലുമിനിയം ആണോ, കോപ്പർ ആണോ, സിങ്ക് ആണോ, ലെഡ് ആണോ? ഓക്കെ, അലുമിനിയം ആണോ, കോപ്പർ ആണോ, സിങ്ക് ആണോ, ലെഡ് ആണോ നമ്മൾ ഗാൽവനൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഇതാണ് ചോദ്യം. അപ്പൊ ഗാൽവനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഒരു അയൺ റോഡ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ ഈ അയൺ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന് എന്ത് പറ്റും? തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാൽവനൈസ് ചെയ്യുന്ന സമയത്ത് ഈ അയണിന്റെ പുറത്ത് മറ്റൊരു ലെയർ ഓഫ് മെറ്റൽ, അയണിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു മെറ്റൽ കൊണ്ട് നമ്മൾ ഈ അയണിനെ എന്ത് ചെയ്യും? അങ്ങ് കവർ ചെയ്യും. ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയണിന് എന്ത് പറ്റില്ല? അയൺ തുരുമ്പെടുക്കില്ല. ഈ മെറ്റലിനെ പറ്റത്തുള്ളൂ. മനസ്സിലായോ? കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആകുമ്പോൾ അതായിരിക്കുമല്ലോ പെട്ടെന്ന് റിയാക്ട് ചെയ്യാം. അപ്പൊ അത് അയണിനെ എന്ത് ചെയ്യും? തുരുമ്പെടുക്കുന്നതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് പറയുക. ഗാൽവനൈസേഷൻ നമ്മൾ ഇലക്ട്രിസിറ്റി ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത് സിങ്ക് ആണ് കേട്ടോ. ഗാൽവനൈസേഷന് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത് സിങ്ക് ആണ്. ഓക്കെ, സോ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗാൽവനൈസേഷൻ പ്രോസസ്സ് എന്താണെന്ന് എക്സാമിന് മേ ബി ചോദിക്കാം. അപ്പൊ ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ പറയണം കോട്ടിംഗ് ഓഫ് അയൺ ഓർ സ്റ്റീൽ വിത്ത് എ ലെയർ ഓഫ് സിങ്ക്. അല്ലെ, അയണിനെയോ സ്റ്റീലിനെയോ സിങ്കിന്റെ ഒരു ലെയർ കൊണ്ട് കോട്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? ഗാൽവനൈസേഷൻ എന്ന് പറയും. ഇതിന്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റസ്റ്റിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ തുരുമ്പെടുക്കുന്നതിൽ നിന്ന് അയണിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ഒരു ബാരിയർ ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് മെറ്റലിന്റെ പുറത്ത് ഒരു എക്സ്ട്രാ ലെയർ ആയിട്ട് ഇത് ആക്ട് ചെയ്തിട്ട് മെറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാരിയർ പ്രൊട്ടക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, അടുത്ത ഗാൽവനൈസേഷൻ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് പൊതുവിൽ ചോദിക്കാറുണ്ട്, ഹോട്ട് ഡിപ്പ് ഗാൽവനൈസേഷൻ. കേട്ടോ, ഹോട്ട് ഡിപ്പ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത് ഗാൽവനൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, ഹോട്ട് ഡിപ്പ് ഗാൽവനൈസേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ സിങ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് അയണിന്റെ പുറത്ത് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് ആക്ട് ചെയ്യാണ് ചെയ്യുക. അയൺ റിയാക്ട് ചെയ്യാതെ, വാട്ടറിൽ നിന്നും എയറിൽ നിന്നും മോയ്സ്ചറിൽ നിന്നൊക്കെ അയണിനെ രക്ഷിച്ചിട്ട് അയൺ റിയാക്ട് ചെയ്യാതെ സിങ്ക് ഇതിന്റെ പുറത്തൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് നിൽക്കും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓർഗനൽ ഈസ് നോൺ ആസ് സൂയിസൈഡൽ ബാഗ് ഓഫ് സെൽ. സെല്ലിന്റെ സൂയിസൈഡൽ ബാഗ് എന്ന് അറിയപ്പെടുന്ന സെൽ ഓർഗനൽ ഏതാണ്?
റൈബോസോം ആണോ, മൈറ്റോകോൺട്രിയ ആണോ, ലൈസോസോം ആണോ, ഗോൾജി അപ്പാരറ്റസ് ആണോ? റൈബോസോം ആണോ, മൈറ്റോകോൺട്രിയ ആണോ, ലൈസോസോം ആണോ, ഗോൾജി അപ്പാരറ്റസ് ആണോ സൂയിസൈഡൽ ബാഗ് എന്ന് അറിയപ്പെടുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ സൂയിസൈഡൽ ബാഗ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ലൈസോസോം അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സെല്ലിൽ ഇങ്ങനെ ഓമനപ്പേരോടുകൂടി അറിയപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതൊക്കെ പലപ്പോഴും പല എക്സാമുകളിലായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കാണാറുമുണ്ട്. സോ നമുക്ക് അതൊന്ന് നോക്കാം. ഇപ്പൊ ലൈസോസോമ നമ്മൾ പറഞ്ഞു എന്താണ്? സൂയിസൈഡൽ ബാഗുകൾ എന്ന് അറിയപ്പെടുന്നു. സെല്ലിന് ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ, ഒരു സെല്ലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവുകയാണെങ്കിൽ ലൈസോസോമ് സ്വയം പൊട്ടിത്തെറിച്ചിട്ട് ആ സെല്ലിനെ നശിപ്പിച്ച് കളയാണ് ചെയ്യുക. കാരണം അത് ബാക്കിയുള്ള സെല്ലുകളിലേക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് അറിയപ്പെടുന്നത് കൺട്രോൾ സെന്റർ അല്ലെങ്കിൽ ബ്രെയിൻ ഓഫ് സെൽ എന്നാണ്. ബ്രെയിൻ ഓഫ് സെല്ല് അല്ലെങ്കിൽ കൺട്രോൾ സെന്റർ എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ന്യൂക്ലിയസ് ആണ്. നമുക്കറിയാം ലാർജസ്റ്റ് സെൽ ഓർഗനിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാർജസ്റ്റ് സെൽ ഓർഗനിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് ആണെന്ന് പറയണം. അതുപോലെ തന്നെ സെല്ലിന്റെ ആക്ടിവിറ്റീസും DNA ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ന്യൂക്ലിയസിനകത്താണ്. രണ്ടാമത്തേത് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ അറിയപ്പെടുന്നത് പവർ ഹൗസ് ഓഫ് സെൽ എന്നാണ്. മൈറ്റോകോൺട്രിയ അറിയപ്പെടുന്നത് പവർ ഹൗസ് ഓഫ് സെൽ എന്നാണ്. ATP പ്രൊഡ്യൂസ് ചെയ്തു. റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ATP എന്ന് പറയുന്ന എനർജി മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? മൈറ്റോകോൺട്രിയ ആണ്. അപ്പൊ മൈറ്റോകോൺട്രിയ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നു, പവർ ഹൗസ് ഓഫ് സെൽ എന്ന് അറിയപ്പെടുന്നു. അടുത്തത് റൈബോസോംസ്. റൈബോസോംസ് പ്രോട്ടീൻ ഫാക്ടറി ആണ് കേട്ടോ. പ്രോട്ടീൻ ഫാക്ടറി ആണ്. അപ്പൊ മെയിൻ ആയിട്ട് പ്രോട്ടീൻ സിന്തസിസിനാണ് റൈബോസോംസ് ഹെൽപ്പ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ ഓർക്കുക, പ്രോകാരിയോട്ടിക് സെല്ലിലും, അതായത് ബാക്ടീരിയ പോലുള്ള പ്രോകാരിയോട്ടിക് സെല്ലിലും അതുപോലെ തന്നെ യൂകാരിയോട്ടിക് സെല്ലിലും ഒരുപോലെ കാണപ്പെടുന്ന സെല്ലുകൾ ഓർഗനൽ. പ്രോകാരിയോട്ടിക് സെല്ലിലും യൂകാരിയോട്ടിക് സെല്ലിലും ഒരുപോലെ കാണപ്പെടുന്ന സെൽ ഓർഗനൽ ഏതാണെന്ന് ചോദിച്ചാൽ, പ്രോകാരിയോട്ടിക് സെല്ലിലും യൂകാരിയോട്ടിക് സെല്ലിലും ഒരുപോലെ കാണപ്പെടുന്ന സെൽ ഓർഗനൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? റൈബോസോംസ് പറയണം. ഓക്കെ, അടുത്തത് ഗോൾജി അപ്പാരറ്റസ് ആണ്. ഗോൾജി അപ്പാരറ്റസ് പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ പാക്കേജിംഗ് യൂണിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഗോൾജി അപ്പാരറ്റസ് എന്തറിയപ്പെടുന്നു? സെല്ലിലെ പോസ്റ്റ് ഓഫീസ് എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ പാക്കേജിംഗ് യൂണിറ്റ് എന്നറിയപ്പെടുന്നു. അപ്പൊ ഇത് മെയിൻ ആയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ സെല്ലിൽ ഉണ്ടാക്കുന്ന പല പ്രോഡക്റ്റുകളെയും പ്രോട്ടീനുകളെയും ഒക്കെ മോഡിഫൈ ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതും മറ്റു സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും എല്ലാം തന്നെ ഗോൾജി അപ്പാരറ്റസ് ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയാം, ഈ ഗോൾജി അപ്പാരറ്റസ് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓർമ്മയുള്ളവർ പറയാം, ഗോൾജി അപ്പാരറ്റസ് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരെന്താണെന്നുള്ളത് കേട്ടോ. അടുത്തത് ലൈസോസോംസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ്? സൂയിസൈഡൽ ബാഗുകൾ എന്നറിയപ്പെടുന്നു. ഇങ്ങനെ അറിയപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് ചില എൻസൈംസ് ഉണ്ട്. അതെന്ത് ചെയ്യും? പഴയ സെൽ ഓർഗനൽസിനെ ഒക്കെ ഡൈജസ്റ്റ് ചെയ്യും. സെല്ലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ സെല്ലിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ലൈസോസോമുകൾക്കുണ്ട്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തു. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിലോ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി. ഞങ്ങൾ നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. എക്സാം ഒരുപാട് ഡിലേ ആയി പോകുമെന്ന് വിചാരിച്ച് ആരും പഠിക്കാതിരിക്കരുത്. മാക്സിമം ഈ സാഹചര്യം നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക. എക്സാം ഒക്കെ ഉടനെ നടക്കും. സോ നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്. ബൈ.